എല്ലാവർക്കും നമ്മുടെ തലശ്ശേരി കപ്പിൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മൂകാംബികയിലേക്കാണ് പോകാൻ പോകുന്നത്. നമുക്ക് മൂകാംബികയിലെ കുറച്ച് വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. നമ്മൾ 4 പേരാണ് യാത്ര പോകുന്നത്. അത് ഒന്ന് ഞാനും എൻ്റെ വൈഫും പിന്നെ എൻ്റെ ഫ്രണ്ട് ശ്യാമിൻ്റെ വൈഫും കൂടിയാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 3 മണിയോടെ ഉച്ചയ്ക്ക് അങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 290 കിലോമീറ്റർ അങ്ങനെയാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ശ്യാമാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രി ഒരു 9-10 മണിക്കുള്ളിൽ എത്തുന്നുള്ള ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം കണ്ണൂർ എത്തിയിട്ടുണ്ട്. കണ്ണൂർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൂർ പുതിയ തെരു കഴിഞ്ഞ പാടെ വളവട്ടണം പാലത്തു നിന്ന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ പറശ്ശിനിക്കടവ് തളിപ്പറമ്പ് റൂട്ടാണ്. അത് ഏകദേശം കുറച്ച് ചുറ്റലാണ് വഴി, പിന്നെ കുറച്ച് ട്രാഫിക്കും കൂടുതലാണ്. ഏറ്റവും നല്ലത് പോകുമ്പം വളപട്ടണം പാലം കഴിഞ്ഞ പാടെ ലെഫ്റ്റ് സൈഡ് പഴയങ്ങാടി കണ്ണാപുരം റോഡ്, അതാവും ഏകദേശം നല്ല സ്ട്രെയിറ്റ് റോഡുമാണ്, നല്ല റോഡുമാണ്. ഇതാണ് വളപട്ടണം പാലം. ഇതാണ് ഞാൻ പറഞ്ഞ പഴയങ്ങാടി കണ്ണാപുരം റൂട്ട്. നല്ല റോഡല്ലേ, നല്ല സ്ട്രെയിറ്റ് റോഡുമാണ്, നല്ല റബ്ബറിസ്റ്റ് താറിങ്ങുമാണ്, നല്ല അടിപൊളി റോഡാണ്. തളിപ്പറമ്പ് ഭാഗത്തേക്ക് കൂടി പോയി കഴിഞ്ഞാൽ ട്രാഫിക്കും റോഡ് കുഴപ്പമില്ല, പക്ഷെ എന്നാലും ട്രാഫിക് കുറച്ച് കൂടുതലായി. ഈ വഴിയാകുമ്പോൾ ആ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതുവഴി കുറച്ച്, പിന്നെ കിലോമീറ്ററും കുറവാണ്. മറ്റേത് റൗണ്ട് അടിച്ച് പോകുന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് റോഡുമാണ് വരുന്നത്. നൈറ്റ് ആയതുകൊണ്ട് അധികമൊന്നും ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മളൊരു ഏകദേശം രാത്രി ഒരു 11 മണി അങ്ങനെയാണ് അവിടെ എത്തിയത്. 11-11:30 അങ്ങനെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ 6 മണീൻ്റെ ദർശനത്തിന് വേണ്ടിയിട്ട് നടന്നു പോവുകയാണ്. ഇപ്പം അഞ്ജുവും ശ്യാമും വൈഫൊക്കെ മുമ്പിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം അതിൻ്റെ മുമ്പിലായിട്ടുള്ളതൊക്കെ നമ്മുടെ ഹോട്ടലിൽ തന്നെ താമസിക്കുന്നവരാണ്. അത് ആ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഹോട്ടലിലൊരു അമ്മയുണ്ട്. ഇപ്പോൾ നമ്മുടെ കുടുംബ ഐശ്വര്യത്തിനും ഐക്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പൂജകളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ വീട്ടുകാരുടെ നക്ഷത്രവും പേരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരിൽ അത് കഴിച്ച് അതിൻ്റെ പ്രസാദം നമുക്ക് അമ്മ ആ ഹോട്ടലിലുള്ള ഒരു പൂജാമുറി പോലെയുണ്ട്. ആ പൂജാമുറിയിൽ വെച്ചിട്ടാണ് നമുക്ക് തരിക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് കണ്ട നിങ്ങൾ ചുമരിൻ്റെ വിടവുകളിലൊക്കെ കോയിൻസ് കണ്ടമാനം, ആ ഒരു വടവ് പോലും പുറത്ത് കാണാത്ത വിധത്തിൽ വെച്ചിട്ടുണ്ട്. എന്താണെന്നൊന്നും വലിയ ഐഡിയ ഇല്ല. ചിലപ്പോൾ മുന്നിൽ പോയ ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അതിൻ്റെ പിറകിൽ വന്ന ഓരോരുത്തരും വല്ല വഴിപാടോ അങ്ങനെ എന്തെങ്കിലും വിശ്വാസമാണെന്ന് കരുതി ചെയ്തതായിരിക്കും. അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങാണ്. അങ്ങനെ പൂജയും വഴിപാടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സരസ്വതി മണ്ഡപത്തിൻ്റെ മുന്നിലായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ മുന്നിലായി സരസ്വതി മണ്ഡപത്തിൽ ധാരാളം കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുവാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്.
ഇവിടെ ക്ഷേത്രോത്സവത്തിന് ദേവീനെ എഴുന്നള്ളിക്കുന്ന രഥമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്ഷേത്രത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് അവിടുത്തെ കേരള ഹോട്ടൽ അംബികയിൽ നിന്ന് നമ്മളൊരു മസാല ദോശയെല്ലാം കഴിച്ച്. നല്ല മസാല ദോശയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളും ക്ഷേത്രത്തിൽ വരുമ്പോൾ ഈ ഹോട്ടലിൽ കയറിക്കോളൂ, നല്ല മസാല ദോശയാണ്. അങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത പൂജയുടെയും വഴിപാടിൻ്റെയും ഒക്കെ പ്രസാദം നമുക്ക് അവിടെ തന്നെ ക്യൂ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അമ്മയാണിത്. ഈ അമ്മേൻ്റെ കയ്യിൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് ചെയ്ത പൂജയുടെ പ്രസാദം നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തൊഴുത് ഹോട്ടലിലേക്ക് വരുമ്പോൾ അതിൻ്റെ മുന്നിലായിട്ടുള്ള അവരുടെ പൂജാമുറിയിൽ വെച്ച് നമുക്ക് തരുന്നതാണ്. ഇവിടുന്ന് തന്നെ നമ്മൾ പൂജയും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അമ്മക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെയാണ് പൂജയൊക്കെ ചെയ്യുന്നത്. അതുകൂടാണ്ട് നമുക്ക് ദർശനത്തിന് സാധാരണ ദർശനത്തിൽ നിൽക്കാണ്ട് 100 രൂപ എൻട്രൻസ്, അതായത് ഒരാൾക്ക് 100 രൂപ കൊടുത്തിട്ടുള്ള ദർശനത്തിൻ്റെ വഴിയിലൂടെ തന്നെ പോയി നമുക്ക് പെട്ടെന്ന് തന്നെ ദർശനം ലഭിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ അമ്മയുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രസാദമൊക്കെ വാങ്ങി. അപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ പേര് ശ്രീ മൂകാംബിക താന്ത്രിക് ഗസ്റ്റ് ഹൗസ് എന്ന ഹോട്ടലിലാണ്. കുഴപ്പമില്ലാത്ത റൂം കണ്ടില്ലേ നിങ്ങൾ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബെഡാണ്, പിന്നെ ഒരു ഷെൽഫുണ്ട്, പിന്നെ ബാത്റൂമും കുഴപ്പമൊന്നുമില്ല. ബാത്റൂം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഈ റൂമിന് ഏകദേശം ഒരു 600 രൂപയാണ് ആയത്. അത് സൺഡേ ആയതുകൊണ്ടാണ്. മറ്റുള്ള ദിവസങ്ങളിൽ 400-500 രൂപയാണെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് സൗപർണികയിലേക്കാണ് പോകുന്നത്. മൂകാംബികര വന്നതല്ലേ, ഇനി സൗപർണികയിൽ ഒരു കുളിയും കൂടി കുളിക്കാമെന്ന് വിചാരിച്ചു. ഇവർക്ക് കുറച്ച് പാവേ ഉള്ളൂ എന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇവർ രണ്ടാളും കാല് കഴുകിയിട്ട് കയറി. ശ്യാം പറഞ്ഞ് നമ്മൾക്ക് കാല് കഴുകിയാലൊന്നും തീരുമില്ല, അതുകൊണ്ട് നല്ല മുങ്ങി കുളിച്ചിട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുളിക്കേണ്ട തയ്യാറെടുപ്പിലാണുള്ളത്. ശ്യാമിന് കുറച്ചധികം പാവമുണ്ട് എന്ന് തോന്നുന്നു. ശ്യാമ കൈയിട്ടും മാറുന്നില്ല. ഇതിൻ്റെ അകത്ത് ഇട്ടോ, അതാ നല്ലത്. അല്ലെങ്കിൽ പിടിച്ചിരിക്കണോ? സാറില്ല, എനിക്ക് കഴിക്കാൻ പാടാ. ഇവിടെ ഒരു സോപ്പ് ഉണ്ട്. സോപ്പ് വേണോ? സോപ്പ് ഏതാ? നല്ലോണം നീന്തിക്കോ, തടി കുറയട്ടെ. എന്താ തടി? ലേഡീസിനും കുളിക്കുന്നതിന് ഇവിടെ പ്രശ്നമൊന്നുമില്ല. അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവിടെ തന്നെയുണ്ട്. നിശ്ചൽ ഫോട്ടോഗ്രാഫി. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞു.
ഇനി ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം.